ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആ വീട്ടിലേക്ക് വന്നു കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞത് ഇത് വീട്ടിലേക്ക് വന്നു. ഇത് കുറേ ദിവസം മുന്നേ ഒരു 4-5 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 5-6 വോയിസ് ഓവർ കൊടുത്തതിനൊക്കെ ശേഷമാണ് നേരാവണ്ണം ഒന്ന് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ചെറുതായിട്ടൊരു പള്ളി സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ മോർണിംഗ് രാവിലെ തിരക്ക് പിടിച്ച് ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നാൽ അമ്മാൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും നല്ല ചീത്ത കേൾക്കും. എന്നാലും പറ്റിയ പോലെയൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാവരും റെഡിയായി, ഞാനിത് ഫ്രഷായി, പിന്നെ ഡ്രസ്സും തട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ അപേക്ഷിച്ച് ചെറുത് മുന്നേ കൂട്ടി റെഡിയായി നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് റെഡിയാവുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവളിനെ ഒരുക്കലാണ് കേട്ടോ താത്താൻ്റെ മെയിൻ പണി. കാരണം അവളിനെ ഒരുക്കി നിർത്തി, അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, അവളിനെ ഒരുക്കി നിർത്തിയാലേ നമുക്ക് ഒരുങ്ങാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഒരുങ്ങാൻ റെഡിയായി. പിന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റാത്ത, ഒന്നാമത്തത് ഫോണിന് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്, ക്യാമറേൻ്റെ ക്ലാരിറ്റി അതിൻ്റെ കുറച്ച് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ എന്തായാലും പറ്റുന്ന അത്രത്തോളം ഞാൻ ട്രൈ ചെയ്യും കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ എനിക്ക് പിന്നെ ഈ മഫ്തൂത്തൽ പരിപാടി കുറച്ച് ഇടങ്ങേറുള്ള ഐറ്റംസാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ ഞാൻ കുത്തിയാൽ റെഡിക്ക് വരില്ല. എനിക്ക് ഒന്നില്ലെങ്കിൽ ആരെയും കുത്തി തരുമ്പോഴാണ് ഒരു കംഫേർട്ട് തോന്നുക, അല്ലെങ്കിൽ റെഡിക്ക് വരികയും ചെയ്യുക. അതിപ്പോൾ താത്ത എന്തായാലും നല്ല ബിസിയാണ്, അവളുടെ അടുത്ത് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ഒരുങ്ങിയത് ഇങ്ങനെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇടയിൽ കൂടെ നിൽക്കലും അവളുടെ ഡ്രസ്സ് കാണിക്കലും നടക്കലൊക്കെ അതൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒപ്പം ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഒപ്പം ആദ്യമായിട്ട് പകുതി മുക്കാൽ കുറച്ച് കൂടുതൽ ദിവസം അടുത്ത് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുവാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എങ്ങോട്ടും പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അത് എവിടേക്കാണെങ്കിലും ശരി. പക്ഷേ ഉമ്മാക്ക് ഞങ്ങൾ വന്നാലാണ് എങ്ങോട്ടെങ്കിലും പോകാനോ, ഒന്നാമത്തത് കാല് കൊണ്ട് വയ്യാത്ത ആളാണ്, അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഞങ്ങൾ വരുമ്പോഴാണ് കേട്ടോ. പിന്നെ എന്തായാലും നോന്ന് പറയാനും പറ്റില്ല. പിന്നെ അങ്ങനെ ഞങ്ങളൊരു മടി കാണിക്കാണ്ട് അങ്ങനെ കൂടെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളധികം കഴിച്ചില്ല, അവൾക്ക് കൊടുത്തിട്ട് നല്ല നേരത്തെ ഇറങ്ങി. ഞങ്ങൾ ഒരു 8 o'clock ഇറങ്ങി. അപ്പോൾ ഞങ്ങളധികം കഴിച്ചില്ല, അവൾക്ക് കൊടുത്തു. പിന്നെ ഞാനൊരു ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയുള്ളൂ കേട്ടോ. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ അടുത്തൊരു പള്ളിയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഉച്ചയാകുമ്പോഴേക്ക് തിരിക്കും എന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. ഫസ്റ്റ് പോകുമ്പോൾ നല്ല ഇതിലൊക്കെ ആയിരുന്നു, കാരണം മഫ്തയെ കുത്തി നല്ല ഉഷാറിൽ പോയതാണ്. പക്ഷെ ചൂട് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങളത് പള്ളി എത്തി. ഞങ്ങൾ മെല്ലെ ടോയ്ലറ്റിലേക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലത്തെ കാര്യങ്ങൾ അങ്ങനെ അധികം വിശദീകരിക്കണില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും അല്ലേ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളൊരു രീതിക്ക് പുറത്തു പോവാണ് കേട്ടോ. എന്നിട്ട് അവൾക്ക് അവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, കുട്ടികളാണല്ലോ, അവൾക്കതെന്തോ വാങ്ങണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോയതാണ്, ഞാനും വീഡിയോ ആയിട്ട്. പിന്നെ അവിടെ കയറിയപ്പോൾ കുറേ ഖുറാനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊന്നും വീട്ടിലേക്ക് രണ്ടെണ്ണം എടുത്തു കേട്ടോ. അങ്ങനെ കുട്ടിക്ക് അവൾക്ക് എന്തൊക്കെയോ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, അവൾക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഖുറാനും നോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു കുളത്തേക്ക് പോയിട്ടോ. കുളത്തിൽ കുറച്ചധികം നല്ല മീനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തപ്പോൾ സംഭവം മാറിപ്പോയി, കമ്പിയാണ് ഫോക്കസ് ചെയ്ത് മാറിയത്. ആ വെയിലത്താണെങ്കിൽ എനിക്കും ക്യാമറയിൽ അങ്ങനെ ഇതാവാൻ പറ്റിയില്ല, ഞാനും മീനിനെ നോക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ പള്ളി കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇറങ്ങി ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തണം എന്നുള്ളതിൽ വേഗം ഇറങ്ങി കേട്ടോ. പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ മീൻ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിന്നു.
എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തിയും അയിലയും അങ്ങനെ 2-3 ഐറ്റംസ് മീൻ വാങ്ങി. അങ്ങനെ ഞങ്ങളിതാ ലാസ്റ്റ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലെത്താനായിട്ടോ. നന്നായി ടയേർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ രാവിലത്തെ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും നോക്കണമല്ലോ പറഞ്ഞിട്ടാണ് മീൻ കണ്ടപ്പോൾ മീനിന് വാങ്ങാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.